നമസ്കാരം, ഗ്രാമപോരിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനെ കുറിച്ച് അറിയാത്തവർ അധികമാരും ഉണ്ടാകില്ല. ഏകാധിപത്യ ഭരണത്തിലൂടെ ഉത്തര കൊറിയയെ കാലാകാലങ്ങളായി ഭരിച്ചു മുടിച്ച് ജനങ്ങളെ തന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി രാജ്യത്തെ സൈന്യത്തെയും മറ്റു മന്ത്രിമാരെയും തന്റെ പരിചാരകന്മാരും കാവൽക്കാരുമാക്കി ഭരണം നടത്തുന്ന കിം ജോങ് ഉന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഉത്തര കൊറിയയിൽ നിന്ന് ചാടിക്കടന്നവരുടെ കഥകൾ ഒരുപാടാണ്. പലപ്പോഴും കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രിയും CPIMന്റെ മുതിർന്ന നേതാവുമായ പിണറായി വിജയനെ ഉത്തര കൊറിയയുടെ ഏകാധിപതി കിം ജോങ് ഉന്നിനോട് സാമ്യതയുള്ളതായി അടക്കം പറച്ചിലുണ്ട്. അതും ആരും മനഃപൂർവ്വം പറഞ്ഞു വരുത്തുന്നതല്ല, മറിച്ച് രണ്ടുപേരുടെയും ഭരണരീതിയാണ് ഇതിന് കാരണം. അങ്ങനെ പിണറായി കേരളത്തിലെ സൈന്യമായ പോലീസിനെയും മറ്റു മന്ത്രിമാരെയും തന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിപ്പിക്കുമ്പോൾ അതിനിരയാകുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. 2016 തുടങ്ങി തുടർഭരണം നടത്തുന്ന പിണറായി സർക്കാരിന്റെ ചേതനകൾക്ക് ഇരയായി മാറിയ കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ഒരുപോലെ രക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് നിലവിൽ കോൺഗ്രസ്. മൂന്നാമതും ജനങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പാട്ടിലാക്കി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാർ വിജയിച്ചാൽ ഇനി കേരളം കാണാൻ പോകുന്നത് പിണറായി സർക്കാരിന്റെ മറ്റൊരു മുഖമായിരിക്കും. അതിലാർക്കും യാതൊരുവിധ സംശയവും വേണ്ട. ഇതിന് ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിന് കേരളം തിരിച്ചുപിടിക്കുക തന്നെ വേണം. അതിനുള്ള തുടക്കമായിട്ടാണ് നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കാണുന്നത്. അതിനുവേണ്ടിയാണ് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മുൻ MLA K ശബരിനാഥിനെ മത്സരിപ്പിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്ന ആദ്യ ചോദ്യം എന്തുകൊണ്ടാണ് K ശബരിയെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് തിരഞ്ഞെടുത്തതെന്നതാണ്. താഴെ തട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പ്രമുഖരും യുവ നേതാക്കളുമായ വ്യക്തികൾക്ക് മുൻഗണന നൽകാൻ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. കവടിയാർ വാർഡിൽ നിന്നുള്ള ശബരിനാഥിന്റെ മത്സരം തലസ്ഥാനത്ത് സ്വാധീനം പുനരുജ്ജീവിപ്പിക്കാനും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനും സഹായിക്കുമെന്ന പാർട്ടിയുടെ പ്രതീക്ഷയെ പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ നീക്കം. 100-ലധികം വാർഡുകളിൽ അധികാരം കൈവശം വയ്ക്കുകയും കേരള തലസ്ഥാനത്തിന്റെ യശസ് വഹിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരത്തെ മേയർ സ്ഥാനം ഒരു സാധാരണ സ്ഥാനമല്ല. ഭരണപരമായ അധികാരം മാത്രമല്ല, സെലിബ്രിറ്റിക്ക് തുല്യമെന്ന് വേണമെങ്കിൽ പറയാം. 1920 തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി രൂപീകൃതമായതിനു ശേഷം 1940 കോർപ്പറേഷൻ വന്നതോടെ ഈ മേയർ പദവിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയം എപ്പോഴും സംസ്ഥാനത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും കടുത്ത മത്സരവും ഉയർന്ന രാഷ്ട്രീയ നാടകങ്ങളും കൊണ്ട് എപ്പോഴും ശ്രദ്ധേയമാകാറുണ്ട്. 2020 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആര്യ രാജേന്ദ്രൻ 21ാം വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ മേയറായി മാറിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ദേശീയ തലത്തിൽ വാർത്തകളിൽ ഇടം നേടിയത് അതിനുദാഹരണമാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുൻ MLA K ശബരിനാഥിനെ മത്സരിപ്പിക്കുന്നതിലൂടെ UDF ഒരു വലിയ തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത്. അരുവിക്കരയിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്ന ശബരിനാഥൻ 2021 CPIMന്റെ G സ്റ്റീഫനോട് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശബരിനാഥിനെ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് വ്യാപകമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ശബരിനാഥിനെ കവടിയാർ വാർഡിൽ നിന്നും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം പ്രചാരണത്തിലേക്ക് പുതിയ ഊർജം പകരാനും തലസ്ഥാന നഗരത്തിലെ യുവ വോട്ടർമാരെ ആകർഷിക്കാനും കഴിയുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. വിദ്യാസമ്പന്നനും പുരോഗമനവാദിയുമായ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തലസ്ഥാന നഗരത്തിലെ പ്രൊഫഷണലുകളെയും മധ്യവയസ്കരായ വോട്ടർമാരെയും ആകർഷിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കോൺഗ്രസ് ശബരിനാഥിനെ തിരഞ്ഞെടുത്തതിന്റെ ഒരു പ്രധാന കാരണം CPIM സമ്പത്തിനെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്താൻ സാധ്യതയുണ്ടെന്ന പാർട്ടിയുടെ വിലയിരുത്തലുകളാണെന്നും സൂചനകളുണ്ട്. ശബരിനാഥിന്റെ വരവും മുൻ KPCC പ്രസിഡന്റ് K മുരളീധരന്റെ സംഘടനാ മികവും ചേർന്ന് തലസ്ഥാനത്ത് ഒരു പ്രധാന എതിരാളിയായി പാർട്ടിയെ വീണ്ടും ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറച്ച വിശ്വാസമാണ് മറ്റൊരു കാരണം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 സീറ്റുകളിൽ 9 സീറ്റുകൾ മാത്രം കൈവശം വെച്ചിരിക്കുന്ന കോൺഗ്രസ് പുതിയ കരുത്തോടെയാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെ മത്സരിപ്പിക്കുക എന്ന കോൺഗ്രസിന്റെ പുതിയ ആശയം മറ്റു പാർട്ടികൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നത് പുതിയ സർപ്രൈസുകളാണ്. അതാകും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.